എളിയനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്താനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതാണ് നാം രാജകീയ പുരോഹിത വർഗം. അങ്ങനെയുള്ള പേര് നാം പ്രാപിക്കണമെങ്കിൽ സ്വഭാവത്തിലും രാജകീയ പുരോഹിത വർഗം എന്നുള്ള രാജകീയ പുരോഹിതന്റെ സ്വഭാവം വേണം. പൈശാചിക സ്വഭാവം പാടില്ല, ദുഷ്ട മനുഷ്യരുടെ സ്വഭാവം പാടില്ല, ആകാത്ത പെരുമാറ്റങ്ങൾ പാടില്ല. ഈ വചനം ശരിയാണോ? ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം വായിച്ചാൽ യോസഫ് കാരാഗ്രഹത്തിലായിരുന്നു. എന്നാൽ കാരാഗ്രഹത്തിൽ യോസഫിനെ അയച്ചത് എന്റെ ദൈവം തന്നെയായിരുന്നു. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അതായത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യോസഫ് ദൈവത്തെ സ്നേഹിച്ചവനായിരുന്നു, ദൈവം മുമ്പാകെ വിശ്വസ്തനായിരുന്നു, ദൈവ വഴികളിൽ തന്നെ നടന്നവനായിരുന്നു. എങ്കിലും ഓരോവസ്ഥയിൽ യോസഫ് കാരാഗ്രഹം വരെ പോകേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തെയും കാരാഗ്രഹം അയച്ചിരിക്കും. അത് പിറുപിറുക്കാനല്ല, അയ്യോ ഞാൻ തികഞ്ഞവൾ എനിക്കിത് വന്നോ, ഇല്ല, നിന്റെ നന്മയ്ക്കായിട്ട് തന്നെയാണ് ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതെ, യോസഫിനെ കാരാഗ്രഹത്തിൽ അയച്ച ദൈവം ഒരു ദിവസം അവനെ കുറിച്ചു വെച്ചു. ഫറവോനൊരു സ്വപ്നം കൊടുത്തു. സ്വപ്ന വ്യാഖ്യാനത്തിനായിട്ട് പെട്ടെന്ന് കിട്ടുന്ന മന്ത്രവാദികളെ, ജ്യോത്സ്യന്മാരെ, പ്രശ്നക്കാരൻ, രാജാവ് അവരെയൊക്കെ വിളിച്ചു വരുത്തി. ആർക്കും രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ദൈവം കൃപ നൽകിയില്ല. അത് കാരണം രാജാവ് ദൂതന്മാരെ അയച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ വ്യാഖ്യാനിക്കാൻ. ആ സമയത്ത് കാരാഗ്രഹത്തിലുണ്ടായിരുന്ന പാനപാത്രവാഹകന്റെ പ്രമാണി പറഞ്ഞു, രാജാവ്, ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു തടവുള്ളി അവിടെ ഉണ്ടായിരുന്നു. സ്വപ്നം വ്യാഖ്യാനിച്ച് തന്നതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ക്ഷണത്തിൽ രാജാവ് കൽപ്പനയായി എന്താ, ആ മനുഷ്യനെ ഹാജരാക്കുക. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ജയിലറിന്റെ തറവറയിൽ കിടക്കുന്ന തടവ് പുള്ളിക്ക് വേണ്ടത്ര മാനം ഉണ്ടായിരിക്കില്ല, വേണ്ടത്ര വസ്ത്രം കിട്ടിയില്ല, വേണ്ടുപോലെയുള്ള ആഹാരം കിട്ടിയില്ല, ശുദ്ധമായി ശ്വസിക്കാനോ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനോ ഉള്ള ഒരു സാധ്യതയുമില്ല. ഇരുണ്ട തടവറയ്ക്കുള്ളിൽ ദൈവിക വെളിച്ചം ദൈവം അയക്കുകയാണ്, എൻ്റെ മകൻ യോസഫിനെ വരുത്തുക. രാജാവ് രാജകൊട്ടാരത്ത് നിന്ന്, അതെ, അവന് രാജവസ്തുവും സ്വർണ്ണ സരപ്പളയും, അതെ, രാജാവിന്ന് എല്ലാ അകമ്പടിയോടും കൂടെ അവനെ ചെന്ന് സ്വീകരിച്ചു കൊണ്ടുവന്നു. അവൻ ഫറവോന്റെ മുമ്പിൽ വന്നപ്പോൾ ഫറവോൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ദൈവം തന്റെ പൈതലായ യോസഫിന് വെളിപ്പെടുത്തി കൊടുക്കുകയും യോസഫ് പറഞ്ഞതുപോലെ തന്നെ സ്വപ്നം രാജാവിന് ബോധ്യപ്പെട്ടു. അതിന്റെ അർത്ഥം രാജാവ് ചോദിക്കുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുവോ? ഹല്ലേലൂയ. കള്ളന്മാരെ ഇഷ്ടം പോലെ ഉണ്ട്, ഈ പ്രേയർ ഹാളിനകത്തും ഇഷ്ടം പോലെ ഉണ്ട്. കാണുമ്പോൾ ഒന്ന് കാണാത്തപ്പോൾ ഒന്ന്. ദൈവ വേലക്കാർക്കും വേല വെച്ചുകൊണ്ടിരിക്കുന്ന വേലക്കാരും ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വേദന തോന്നിപ്പോയത് ഉള്ളതുപോലെ പറയാൻ ദൈവം എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഇവിടെ യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചതുപോലെ ദൈവം സംഭവിപ്പിച്ചു. പിന്നത്തേതിൽ അവനെ രാജാവിന്റെ മന്ത്രിയായിട്ട് ഉയർത്തപ്പെട്ടു. മാത്രമല്ല, രാജാവ് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച ഇവനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടു. ഇതിന്റെ അർത്ഥം ദൈവം നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, നീ ദൈവ വഴികളിൽ നടക്കുന്നുവല്ലോ, ഒരു ദിവസം നിനക്കായിട്ട് ദൈവം കുറിച്ചു വെക്കുകയും പിന്നത്തേതിൽ അനുഗ്രഹത്തിന്റെ കരമയച്ച് നിന്നെ ഉയർത്തി മാനിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എൻ്റെ ദൈവം. നീ ഉദ്ദേശിക്കുന്ന സമയത്തും കാലത്തും അനുഗ്രഹം നിന്റെ മേൽ വന്നു വീഴിയില്ല. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം ഒരു സമയം കുറിച്ചു വെച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ മക്കളില്ലാത്ത അവസ്ഥയിൽ പിറുപിറുത്തില്ല, മുറുമുറുത്തില്ല. അവൻ ദൈവം അവനെ സന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താ, ദമ്മസേക്കാരനായ എലയാസർ അത്ര എന്റെ അവകാശി, അവന്റെ വീട്ടിലെ ദാസൻ. അബ്രഹാം ചിന്തിച്ച, എനിക്ക് മക്കളില്ല, ഇനി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി, യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്ന അബ്രഹാമിന് ദൈവം അവന്റെ ഭവനം തേടി ചെന്ന് അവനെ സന്ദർശിച്ച്, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോൾ കണ്ട സ്ത്രീയല്ല നിന്റെ ഭാര്യ സാറ ഗർഭം ധരിക്കും, അവനൊരു ആൺ സന്തതിയെ, അവളൊരു മകനെ പ്രസവിക്കുന്നു. കൃത്യസമയത്ത് ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിച്ചു. കേട്ട സാറയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമ്മിൽ പലരും അതുപോലെയാണ്. ദൈവാലോചന കേട്ടാലോ വിശ്വസിക്കാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ ആലോചന ആണെങ്കിൽ അവ നിവർത്തിയാവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവാലോചന കേട്ടു, എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞാലില്ല,
ദൈവസനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. തക്ക സമയത്ത് ദൈവം കരം പതിപ്പിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. മക്കളില്ലാതെ ഭാരത്തോടെ കടന്നു വന്നത് എഴുന്നേറ്റാട്ടെ. തലമുറയില്ലാതെ ഭാരത്തോടെ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ആവശ്യത്തിൽ ഭാരത്തോടെ കടന്നു വന്നവർ എഴുന്നേറ്റാട്ടെ. എല്ലാവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പിതാവേ, ഹന്നയുടെ കണ്ണീർ തുടച്ച കർത്താവേ, അബ്രഹാമിന് മറുപടി നൽകിയ കർത്താവേ, സഖര്യാവിന്റെ കണ്ണീർ തുടച്ച കർത്താവേ, 7 അടിയങ്ങളുടെ കണ്ണീർ തുടച്ച കർത്താവേ, കർത്താവേ, വൈദ്യശാസ്ത്രത്തിന് അസാധ്യം, അങ്ങയ്ക്ക് സകലവും സാധ്യം. അങ്ങയുടെ അത്ഭുതകരം അയച്ച് ഈ മക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്തതികളെ നൽകി ഈ മക്കളുടെ കണ്ണീരങ്ങ് തുടയ്ക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അഗ്നി കരം പതിപ്പിച്ച് ഈ മക്കളുടെ ഗർഭപാത്രത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. കരം പതിപ്പിച്ച് അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. വരുന്ന വർഷം ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ മക്കളുമായിട്ട് ഈ സ്ഥലത്ത് കടന്നു വന്ന് സാക്ഷീകരിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ. എല്ലാവരും കരമടിച്ച് വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ. എല്ലാവർക്കും ഇരിക്കാം. അതെ, അവൻ എളിയവരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ആരാണീ അവൻ? വേദപുസ്തകം എന്തു പറയുന്നു? ആരാണീ മഹാദൈവം? നിന്നെ കൺമണി പോലെ കാക്കുന്നവൻ, നിങ്ങൾക്ക് മുമ്പായി നടക്കുന്നവൻ, പുകയുന്ന തിരികെ കെടുത്താത്തവൻ, ഉള്ളം കയ്യിൽ നിന്നെ വരച്ചു കാക്കുന്നവൻ, ലോകത്തിന്റെ അവസാനത്തോളം കൂടെ ഇരിക്കുന്നവൻ. ഭർത്താവ് മാറിക്കളഞ്ഞാലും, ഭാര്യ ഓടിപ്പിക്കളഞ്ഞാലും, മക്കൾ തള്ളിക്കളഞ്ഞാലും, ലോകത്തിന്റെ അവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കുന്നവൻ. അമ്മ മറന്നാലും മറക്കാത്ത ദൈവം, ഇടയനെ പോലെ നിന്നെ നടത്തുന്നവൻ, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, അനർത്ഥകാലത്ത് നിന്നെ സംരക്ഷിക്കുന്നവൻ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നിന്നോട് കൂടെ ഇരിക്കുന്നവൻ. മാത്രമല്ല, നരയ്ക്കോളം നിന്നെ ചുമക്കുന്നവൻ, വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്നവൻ, നിന്റെ ജീവിതത്തിലെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും. ഇത് കേട്ടിട്ട് ആരും ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ! ഒന്നും കൂടെ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ! വീണ്ടും പറഞ്ഞാട്ടെ. എന്റെ ജീവിതത്തില് ഇനി പറയുക, എന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും. ഇത് വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. മാത്രമല്ല, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ. ആകാശം മാറിപ്പോയാലും, ഭൂമി മാറിപ്പോയാലും, മനുഷ്യൻ മാറിപ്പോയാലും അവൻ വാക്ക് മാറുകയില്ല. ഹല്ലേലൂയ! മാത്രമല്ല, അവൻ നിന്നോട് കൂടിയിരിക്കുന്നവൻ. അത് എല്ലാ കാലത്തും നിന്നോട് കൂടെ ഇരിക്കുന്നവൻ. ശരിയാണോ? ഇസ്രായേൽ ജനം യാത്ര തുടർന്നു മരുഭൂമിയില്. പകൽ മേഘസ്തംഭമായിട്ട്, രാത്രി അഗ്നി സ്തംഭമായിട്ട്, അഗ്നി മേഘസ്തംഭങ്ങളായിട്ട് കർത്താവിന്റെ തിരു സാന്നിധ്യം ദൈവജനത്തിന്റെ മുമ്പും പിൻപും ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ മേഘസ്തംഭം ഇല്ലല്ലോ. ഉണ്ട്. അഗ്നി സ്തംഭമാം പരിശുദ്ധാത്മാവിന് അഗ്നി അഭിഷേകത്തെ നൽകിക്കൊണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയാക്കി തീർക്കും. ഹല്ലേലൂയ! മാത്രമല്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം, വീഴുന്നവരൊക്കെയും താങ്ങുന്ന മഹാദൈവം, നാൾതോറും നിന്റെ ഭാരത്തെ ചുമക്കുന്ന വലിയവനായ ദൈവം. മാത്രമല്ല, അവൻ സർവ്വവ്യാപിയാണ്, അവൻ ജ്ഞാനസമ്പൂർണനാണ്. ഈ ദൈവത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്? റോമർ 11:24 പ്രകാരം, കാട്ടുമരത്തു നിന്ന് നിങ്ങളെ വെട്ടി എടുത്ത് നല്ല ഒലിവ് മരമായി ക്രിസ്തുയേശുവിൽ അവൻ ചേർത്ത് വെച്ചു. ഹല്ലേലൂയ! നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനായിട്ടാണ് ദൈവം തെരഞ്ഞെടുത്തത്? പോയി ഫലം കായ്പാൻ. ഫലം കായ്ക്കുന്നതിന്, അധിക ഫലം ലഭിക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ആ ചെത്തി വെടിപ്പാക്കത്തില് വലിയ വേദനകൾ, വലിയ ഭാരങ്ങള്, നൊമ്പരങ്ങൾ ഉണ്ടാകുന്നത് മൈൻഡിയല്ല, പുതിയ ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഫലം കായ്ക്കാത്തത് മരത്തിന്റെ മേലവിടെ കാൺമണയ്ക്ക് വെച്ചേക്കില്ല, അതിനെ ചെത്തിയെടുത്ത് വെട്ടിയെടുത്ത് തീയിലെറി. മാത്രമല്ല, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത്? ഈ പുതുവർഷത്തില് ദൈവമക്കൾ തീരുമാനമെടുക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം.
ദൈവത്തിന്റെ ദാസനായ ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. മാത്രമല്ല ജോഷുവ ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്? ഞാൻ എന്നും തിരുവനന്തപുരത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണും കുടുംബമായിട്ട്, പിന്നെ നാഗർകോവിലും പോയി കാണുമോ? അങ്ങനെയാണോ? ഇല്ല. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ കുടുംബമായിട്ട് എൻ്റെ ദൈവത്തെ സേവിക്കും. ദൈവം അനുഗ്രഹിച്ചോട്ട് അനുഗ്രഹിക്കാതിരിക്കട്ടെ, ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കും. മാത്രമല്ല ജോഷുവ ദൈവം മുമ്പാകെ ഉറച്ചു നിന്നു. ജോഷിയെ ദൈവം അവിടെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പ് വലിയവനാക്കി. അതെ, ജോഷിയുടെ തീരുമാനം, അവർ ഉറച്ചു നിന്നു. ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ വർഷം പുതിയ വർഷം, ഇത് ആദ്യത്തെ ദിവസം. ഇന്ന് തീരുമാനമെടുക്കേണ്ട ദിവസമാണ്. ഇന്ന് ഒഴിഞ്ഞു പൊക്കളയരുത്. ഒരനുഗ്രഹം എനിക്ക് വേണം, അനുഗ്രഹം പ്രാപിക്കണം, പിടികൊടുക്കാതെ ചാടണം, ആ പദ്ധതി പൊളിച്ചു കളയുക. ദൈവസന്നിധി തീരുമാനമെടുക്കുക. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബം വന്നിട്ടില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് വിളിക്കും. എൻ്റെ ദൈവം കുടുംബത്തെ തക്ക സമയത്ത് ഇവിടെ കൊണ്ടെത്തിക്കുകയും ദൈവിക രക്ഷ പ്രാപിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഇടയാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം വേണം. കാരണം നമ്മിൽ പാപം ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയാണ്. അതെ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, കുറ്റങ്ങൾ ദൈവം മുമ്പാകെ ഏറ്റുപറയുക. തന്റെ ലംഘനം മറയ്ക്കുന്നതിന് ശുഭമരിയല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് ദയ ചുറ്റിക്കൊള്ളും. അതെ, ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഇന്ന് ജീവിതത്തിന് ശുദ്ധീകരണത്തിനായിട്ട് ദൈവം മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താൽ നാളെ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് തീരുമാനമെടുക്കേണ്ടത്, ഇനി മദ്യപാനമില്ല, ഇനി പരസ്ത്രീ ബന്ധമില്ല, ഇനി പരപുരുഷ ബന്ധമില്ല, ഇനി കള്ളം പറച്ചിൽ വേണ്ട, ഇനി മോഷണം വേണ്ട, എന്റെ ദൈവത്തിന്റെ ഹിതമില്ലാത്ത ഒരു പാപപ്രവർത്തനം എനിക്ക് വേണ്ട. ആളുകളെ കാണുമ്പോ ഒന്ന്, കാണാത്ത ഒന്ന്, ഇങ്ങനെയുള്ള നാടകീയ ജീവിതം ഇതാ ഞാൻ വച്ച് മതിയാക്കുന്ന തീരുമാനമെടുത്താട്ടെ. എന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. സക്കായി തീരുമാനമെടുത്തു. വല്ലതും ചതിവായി എടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ട് കുഴിച്ചിടുകയല്ല, 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കും. ആ സമയത്താണ് കർത്താവ് അവനോട് വന്ന്, ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. നിന്റെ വീട്ടിന് രക്ഷ വേണോ? നീ തീരുമാനമെടുത്താട്ടെ. ജീവിതത്തിൽ ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും. എന്റെ ദൈവത്തിന് ഹിതമില്ലാത്ത വാക്ക് പറയാൻ എന്റെ നാവ് വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തിന് ഹിതമില്ലാത്ത മോശമായ മ്ലേച്ഛ പ്രവർത്തനം എന്റെ ശരീരം വിട്ടുകൊടുക്കുകയില്ല. തീരുമാനമെടുക്കുക. തീരുമാനമെടുത്താലേ ദൈവം നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ. അതെ, എന്തുകൊണ്ട് അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചു? വേദപുസ്തകം എന്ത് പറയുന്നു? നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8-ാം വചനത്തിൽ, നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. നമ്മുടെ വാക്കുകൾ കേട്ട് പ്രസാദിക്കുകയില്ല, ഹൃദയങ്ങളെ നോക്കും. വാക്കിൽ ശ്രദ്ധിക്കും. വാക്ക് തോന്നിയ വാക്ക് പറയാൻ വാവിഷ്ഠാനക്കാരൻ ഭൂമിയിൽ നിലനിൽക്കയില്ല എന്ന് പറയുന്നു. വാക്കിന് ഇഷ്ടം പോലെ നാവിനെ വിട്ടുകൊടുക്കാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല. മാത്രമല്ല അബ്രഹാം ദൈവം മുമ്പാകെ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ് അവൻ അനുഗ്രഹം പ്രാപിച്ചത്. ഇവിടെ ജോഷുവ പറയാണ്, ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. അപ്പോൾ യേശു കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അടയാളങ്ങളും വൻകാര്യങ്ങളും അവൻ നിങ്ങളുടെ മധ്യേ ചെയ്യും. ദൈവം ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്ത്? നിങ്ങളൊക്കെ ചിന്തിക്കും, വലിയ എമൗണ്ട് ദൈവ വേലയ്ക്ക് കൊടുത്താൽ അനുഗ്രഹം ഇല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, സദൃശവാക്യം 23-26 പറയാം, നിന്റെ ഹൃദയം എനിക്ക് തരിക, മകനെ മകളെ നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്ക. അതാണ് ദൈവം നിന്നെന്ന് നിന്റെ വലിയ കാണിക്കകളല്ല, വേറെ എന്തെങ്കിലും വലിയ കാഴ്ചവസ്തുക്കളല്ല, വലിയ വാക്ക് ധോരണിയല്ല, വലിയ സാമർത്ഥ്യ പ്രസംഗമല്ല. നിന്റെ ഹൃദയം എനിക്ക് തരിക. ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയം. അതെ, എസേക്കിയേൽ പ്രവചന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 31-ാം വചനം പ്രകാരം, ഇന്ന് പുതുവർഷമാണ്. നിങ്ങൾ അത് പഴയ മനുഷ്യന്റെ ഹൃദയം ഉപേക്ഷിച്ചാട്ടെ, പുതിയ വർഷം പുതു ഹൃദയത്തിനായിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞാട്ടെ. അതെ, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുകയും. കർത്താവേ, പാപം ചെയ്ത് അങ്ങേ കബളിപ്പിച്ച് അങ്ങേ കോപം പിടിച്ചു വാങ്ങിച്ച പഴയ മനുഷ്യന്റെ ഹൃദയം എനിക്ക് വേണ്ട. പഴയ മനുഷ്യനെ ഇതാ ഉരിഞ്ഞു കളയുന്ന എനിക്ക് പുതിയ ഹൃദയം തരിക, പുതിയൊരു ആത്മാവിനെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരിക. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ദാവീദ് ദൈവത്തിന്റെ പ്രിയങ്കരനായത്. മാത്രമല്ല
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കഴിഞ്ഞ വർഷം, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീർ എൻ്റെ ദൈവം ഇതാ തുടയ്ക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളെ കണ്ണീരിലാക്കിയ എല്ലാ കാര്യങ്ങൾക്കും ദൈവം മറുപടി നൽകാൻ പോകുന്നു. മാത്രമല്ല, ദൈവം നിങ്ങളെ പുതുതാക്കാൻ പോകുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയതാ, അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനാൽ കഴിഞ്ഞ കഷ്ടകാലങ്ങളെ മറക്കുക, അതിനെ ഓർക്കണ്ട. അതിനി ഒരിക്കലും വരികയില്ല എന്ന് ദൈവം വാക്ക് തരുന്നു. മാത്രമല്ല, പുതിയ വർഷം പുതിയ ഹൃദയത്തിനായിട്ട് യാചിച്ചാൽ പുതിയൊരനുഗ്രഹം, പുതിയ നന്മ നിന്റെ മേൽ അവൻ ചൊരിയും. സെഫന്യ 3:15 പ്രകാരം ഇനി നീ അനർത്ഥം കാണുകയില്ല. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ദൈവം നിന്റെ മധ്യേ ഇരിക്കുന്നു, അതായത് നിന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് വാസം ചെയ്യും. മാത്രമല്ല, കർത്താവ് നിന്റെ ഹൃദയത്തിൽ വന്നാൽ നിന്റെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റി, കണ്ണീരിന്റെ അവസ്ഥയെ മാറ്റി നിങ്ങളുടെ ജീവിതത്തെ അവൻ പുതുതാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യും. യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-ാം വചനത്തില് സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ജോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് കരുണയും മനസ്സലിയും ഉള്ളവനല്ലോ. യോബിന്റെ പുസ്തകം 5:11. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രൂശില്ലാതെ കിരീടമില്ല. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം തന്നിരിക്കുക. അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഒരു വരമാണ്. കഷ്ടത അനുഭവിച്ച് നിങ്ങളെ ദൈവം ജീവിപ്പിക്കും. ഈ വർഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. അതെ, ദൈവം നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം എന്താ? യെശയ്യാപ്രവചന പുസ്തകം 43:2 പ്രകാരം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോ അവ നിന്റെ മീതെ കവിയുകയില്ല. തീ കൂടി നടന്ന വെന്തു പോകുകയുമില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എപ്രകാരം നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും? മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വചന പ്രകാരം മുൻപ് അവന്റെ രാജ്യവും നീതിയും തേടിടുവിൻ, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. ഒന്നാമതായിട്ട് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വില കൊടുക്കുക, ബാക്കിയെല്ലാം പുറകോട്ട് ഇടുക. സെക്കൻഡില് വരട്ടെ ബാക്കി കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ജോലി ഫസ്റ്റ് ചാൻസ്, മക്കൾ ഫസ്റ്റ് ചാൻസ് ഇല്ല. മുൻപേ അവന്റെ രാജ്യവും നീതി എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മുൻപേ കർത്താവിന് 1-ാം സ്ഥാനം നിന്റെ ജീവിതത്തിൽ കൊടുത്താട്ടെ, ബാക്കിയെല്ലാം അതോടെ ചേർത്ത് നൽകപ്പെടും. ഹല്ലേലൂയ. എന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ല? മുമ്പേ നമ്മളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, പൂർണ്ണമായിട്ട് വിനയപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ പുറകോട്ടിടുക. അതോടെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് വാഞ്ചിക്കുകയും ദാഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം ചേർത്ത് നൽകും. എബ്രായർ 11:6 പ്രകാരം ദൈവത്തിന്റെ അടുക്ക വരുന്നവൻ ദൈവം ഉണ്ടോ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ അടുക്ക് വരുമ്പോൾ വിശ്വസിക്കേണ്ടത്, വചനം വായിക്കുമോ പ്രാർത്ഥിക്കുമോ വിശുദ്ധിയോടെ ചെയ്യുമോ, ദൈവമുണ്ട്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർക്ക് പ്രതിഫലമുണ്ട്. എങ്ങനെയാണ് പ്രതിഫലം ദൈവം തരുന്നത്? അതിന്റെ ടെസ്റ്റ് എന്താ? അതിന്റെ പരിശോധന എന്താ? 1 കൊരിന്ത്യർ 3:10-15 വചനം, ആ ദിവസം അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. ദൈവം സ്വർഗീയ അഗ്നിയാല് നിന്നെ ശോധന ചെയ്യും. അഗ്നിയിലൂടെ കടത്തിവിടും നിന്റെ പ്രവൃത്തിയെ നിനക്ക് പ്രതിഫലം തരാൻ വേണ്ടി. തീയിൽ കൂടി കടത്തിവിടുമ്പോ സ്വർണ്ണവും വെള്ളിയാണെങ്കിൽ അത് തിളങ്ങി വരും. പുല്ലു വറ്റിവൽ മരമൊക്കെ ആണെങ്കിൽ കത്തിച്ചാമ്പലായി പോവും. അതിന്റെ അങ്ങനെ അതനുസരിച്ചാണ് ദൈവം തീയിൽ കൂടി ടെസ്റ്റ് ചെയ്താണ് പ്രതിഫലം നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു സംഭവം പറയാം. പണ്ടൊരിക്കല് ഒരു വല്യമ്മച്ചി കൊച്ചുമക്കൾക്ക് പലഹാരം വാങ്ങാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. പലഹാരത്തിന്റെ വില ചോദിച്ചു. എല്ലാറ്റിനും വലിയ വില. എന്നാൽ അമ്മച്ചിയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചി പുറത്തിറങ്ങി ഒരു പലഹാരം വാങ്ങിച്ചില്ല. ഐസ് വിൽപ്പനക്കാരനോട് 1 രൂപയ്ക്ക് 4 ഐസ് സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ച് ചൂപ്പി കുടിക്കുന്ന സംഗതിയുണ്ടല്ലോ, അത് 4 എണ്ണം വാങ്ങിച്ചു. ഐസ്ക്രീം അല്ല. അത് വാങ്ങിച്ച് വീട്ടിലെത്തി, കൊച്ചുമക്കളുടെ അടുക്കലെത്തി. വലിയ പ്രതീക്ഷയോടെ കൊച്ചുമക്കൾക്ക് ഐസ് സ്റ്റിക്ക് എടുത്തു കൊടുക്കാനായിട്ട് നോക്കിയപ്പം ഐസ് ഇല്ല, വെറും ഈർക്കൽ ചുള്ളി മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇരിക്കും പലരുടെയും പ്രവൃത്തി. ഒരു സൈഡിൽ വിശ്വാസം, മറു സൈഡില് പ്രവൃത്തി. അതെ, നാം ദൈവസേനയില് നമ്മുടെ പ്രവൃത്തികൾക്ക്
കണക്ക് കൊടുക്കണം. തീയിൽ കൂടി കടത്തി വിടുമ്പോൾ നമ്മുടെ പ്രവൃത്തി വെന്തുപോകാതെ അവിടെ കാണുമോ? ഇവിടെ പലരുടെയും കണ്ണിൽ പൊടിയിടാം, ഭയങ്കര ഭക്തിവേഷം അഭിനയിച്ചുകൊണ്ടിരിക്കാൻ ദൈവസന്നിധിയിൽ അഭിനയം വില പോവുകയില്ല. ഇവിടെ അമ്മച്ചി ഐസ്റ്റിക്ക് എടുത്ത് കൊടുക്കാൻ വന്നപ്പോൾ വെറും സ്റ്റിക്ക്, അതായത് ഈർക്കില് മാത്രം ഇരുന്നതുപോലെ അവിടെ തീ കൂടി കടത്തി വിടുമ്പോൾ എങ്ങനെയിരിക്കും നമ്മുടെ പ്രവൃത്തി? അവിടെ കാണുമോ? ദൈവസന്നിധിയിൽ നമുക്ക് പ്രതിഫലം ഉണ്ടാകുമോ, അതോ ശിക്ഷാവിധി ഉണ്ടാകുമോ? അത് നമ്മൾ തന്നെ ശോധന ചെയ്യാം. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. സാധാരണ നമുക്ക് ഉയർച്ച കിട്ടണമെങ്കിൽ പ്രൊമോഷൻ എന്താണ്? യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രൊമോഷൻ ലഭിക്കുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മുടെ അയോഗ്യതയെ സംബന്ധിച്ച ദൈവം നമ്മെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്രകാരം ഉയർച്ച? ഇവിടെ രാജാക്കന്മാരുടെ പുസ്തകം നാം വായിച്ചാൽ ആ കാലഘട്ടത്തില് ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. ഏലിയാവ് ഒരു കാലഘട്ടം വരെ ഉണ്ടായുള്ളൂ. പിന്നത്തേതിൽ എലീശയുടെ മേൽ ദൈവത്തിന്റെ ദാസന്റെ പുതപ്പ് വീണപ്പോൾ, ദൈവത്തിന്റെ വിളി ശബ്ദം അവൻ കേട്ടപ്പോൾ അവൻ കാളയെ വിട്ടു, കലപ്പയെ വിട്ടു, അമ്മയപ്പനെ ചുംബിച്ചു പിരിഞ്ഞു. അതായത് കർത്താവിന്റെ വിളിക്ക് ചെവിയോർത്തും കൊണ്ട് അവൻ ഇറങ്ങി പുറപ്പെട്ടു. എലീശ അവൻ അമ്മയപ്പനെ ചുംബിച്ച് പിരിഞ്ഞു. അബ്രഹാമിന്റെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ ദൈവശബ്ദം കേട്ടപ്പോ അവൻ ബന്ധുക്കളെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, കർത്താവിന്റെ വിളി ശബ്ദത്തിന് ഇറങ്ങി പുറപ്പെട്ടു. നാം ശ്രദ്ധിക്കുക, ദൈവശബ്ദം കേൾക്കുമ്പോൾ നാം പഴയ പാപപ്രവൃത്തികളും തുറന്ന് പഴയ ബന്ധങ്ങൾ ആകർഷിച്ചുകൊണ്ടിരുന്നാൽ പ്രതിഫലമില്ല. ഇവിടെ ആ കാലഘട്ടത്തില് ഇസ്രായേൽ രാജാവ് ദൈവം ഏലിയാവിനെ എടുത്തതിന് ശേഷം പിന്നത്തേതിൽ ദൈവ ആലോചനയ്ക്ക് കേൾപ്പാനായിട്ട് എൻ്റെ രാജ്യത്തിൽ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ മറുപടി വന്നത് അങ്ങ് ഏറ്റവും ടോപ്പ് ലെവലില് കാലിന്മേ കാലിട്ട് കോട്ടിട്ട് സൂട്ടിട്ട് ഇരിക്കുന്ന ഒരു ഉന്നതനല്ല, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച എലീശയുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് ഈ വർഷം ഉയർച്ച വേണോ? ദൈവം മുമ്പാകെ താഴ്ത്തുക. തന്നെത്താൻ ഉയർത്തുന്ന ഏവനും താഴ്ത്തപ്പെടും. ഈ കർത്താവിന്റെ സന്നിധി താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അതെ, യാക്കോബിന്റെ ലേഖനം 4:10 കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. തന്നെത്താൻ താഴ്ത്തിയവരെ ഉയർത്തിയ ചരിത്രമാണ് വേദപുസ്തകം. യോഹന്നാൻ സ്നാപകൻ അവൻ കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വേർപെട്ടവനാണ്. എന്നാൽ അവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവന്റെ മറുപടി എന്താന്ന്? എന്നിനും ബലവാൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുഴിഞ്ഞഴിപ്പാൻ ഞാൻ അയോഗ്യൻ. ഇവിടെ ഒന്ന് ഞാൻ കളിയാക്കി പറയുന്നു വിചാരിക്കരുത്. പഠിച്ച് നല്ല ഡിഗ്രി ഉണ്ട് വീട്ടില്, അവിടെ ഇരിക്കുന്ന ഒരു പച്ചക്കറി എന്തെങ്കിലും എടുത്ത് ഭാര്യയ്ക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കില്ല. എന്നാൽ വിദേശത്ത് പോയിട്ട് അവിടെ കക്കൂസ് കഴിയും അറബിയിൽ, അത് വലിയ മാനമാണ്, ആരും കാണത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വേല ചെയ്യാത്തവൻ തിന്നരുത്, കൈകൊണ്ട് എന്ത് ജോലി ചെയ്യാതെ മാനമാണ്, മോഷണം ചെയ്യരുത്. ഇത് നമ്മുടെ നാട്ടിന്റെ ഒരു ആചാരമാണ്. വീട്ടിൽ പട്ടിണി ഒന്നുമില്ല, പക്ഷെ വെളിയിൽ ആളുകളുടെ മുമ്പിൽ ഞാൻ മഹാൻ അഭിനയ ജീവിതം, ദൈവം പ്രസാദിക്കുകയില്ല. ദൈവസന്നിധി നമ്മുടെ അയോഗ്യത സംബന്ധിച്ച ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്നാപയോന ദൈവം മുമ്പാകെ താഴ്ത്തി. അവനെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞ എന്താ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 11-ാം വചനം. യോഹന്നാൻ സ്നാപകന് പറയാമായിരുന്നു, എന്റെ അപ്പൻ ദൈവത്തിന് വേണ്ടി വ്രതമെടുത്ത് ശുശ്രൂഷ ചെയ്ത സെഖര്യാവാണ്, അമ്മ എലീസബത്തും ദൈവം മുമ്പാകെ നീതിയുള്ളവളാണ്. ഇല്ല, അവനതൊന്നും പൊങ്ങി പറഞ്ഞില്ല. അവൻ വട്ടപൂജ്യമായിട്ട് പറഞ്ഞു, ഞാൻ അവന്റെ എന്നിലും ബലവാൻ പിന്നിൽ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പെടുക്കാൻ ഞാൻ അയോഗ്യൻ. ആ യോഹന്നാനെ കർത്താവ് വേദപുസ്തകത്തിൽ ഏറ്റവും ഉയർത്തിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിന്റെ ജീവിതങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവിന്റെ കണ്ട മാത്രമല്ല, അവൻ പറഞ്ഞു, അങ്ങന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ അയോഗ്യൻ. ക്ഷണത്തിൽ അവന്റെ ബാല്യക്കാരന് കർത്താവ്